കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വാഹന ഉടമകളെയും പൊതുഗതാഗത മേഖലയെയും നേരിട്ട് ബാധിക്കുന്ന മൂന്ന് നിർണായക പ്രഖ്യാപനങ്ങളാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയത്. സജി ചെറിയാൻ MLA ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി വാഹന പരിഷ്കരണങ്ങൾ അഥവാ മോഡിഫിക്കേഷനുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന പുതിയ നയപരമായ നിലപാട് മന്ത്രിസഭയെ അറിയിക്കുകയുണ്ടായി. സഭയ്ക്കുള്ളിൽ നടന്ന ഈ ചർച്ച കേവലം ഒരു തർക്കത്തിനപ്പുറം കേരളത്തിന്റെ റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിലും ഗതാഗത നിയമങ്ങളിലും വരാൻ പോകുന്ന ദീർഘകാല മാറ്റങ്ങളുടെ അടിത്തറയായി വിലയിരുത്തപ്പെടുന്നു. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് മാത്രമേ സംസ്ഥാനത്തിന് വാഹന മോഡിഫിക്കേഷനുകൾ അനുവദിക്കൂ എന്ന കൃത്യമായ സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ഭരണകൂടം നൽകുന്നത്. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന വാഹന പരിഷ്കരണ താല്പര്യങ്ങളും അതേസമയം റോഡുകളിൽ നിലനിൽക്കുന്ന കടുത്ത സുരക്ഷാ വെല്ലുവിളികളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമമാണിത്. കേവലം ഉപരിപ്ലവമായ ഒരു നിയന്ത്രണം എന്നതിനപ്പുറം കേന്ദ്ര സംസ്ഥാന നിയമങ്ങളുടെ പൊരുത്തപ്പെടലും ഭരണഘടനാപരമായ നിർദ്ദേശങ്ങളും മുൻനിർത്തിയുള്ള വലിയൊരു ഭരണപരമായ നീക്കമായാണ് ഇതിനെ വിശകലനം ചെയ്യേണ്ടത്. ഈ നയപരമായ തീരുമാനത്തിന്റെ ഘടന പരിശോധിച്ചാൽ അമിതമായ വെളിച്ചവും വൻതോതിലുള്ള ശബ്ദ മലിനീകരണവും ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷനുകൾക്ക് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. റോഡിലെ മറ്റു യാത്രക്കാരുടെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള അശാസ്ത്രീയമായ ലൈറ്റുകളും വന്യമായി ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസറുകളും അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്ന പൊതു വിലയിരുത്തൽ ഇതിന് പിന്നിലുണ്ട്. ഇത്തരം മോഡിഫിക്കേഷനുകൾ വലിയ പിഴകൾക്കും നിയമ നടപടികൾക്കും കാരണമാകുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ അതേസമയം തന്നെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാത്ത തരത്തിലുള്ള ചില മാറ്റങ്ങൾ അനുവദിക്കാമെന്ന പ്രായോഗികമായ സമീപനവും മന്ത്രി പങ്കുവച്ചു. കൃത്യമായ കളർ കോഡുകൾ പാലിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അപകടകരമല്ലാത്ത അധിക ഫിറ്റിംഗ്സുകൾ, വാഹനത്തിന്റെ പൊതുഘടനയ്ക്ക് പുറത്തേക്ക് തള്ളി നിൽക്കാത്ത തരത്തിലുള്ള നിർമ്മിതികൾ എന്നിവ അനുവദിക്കണമെന്ന് നിയമസഭയിൽ വ്യക്തമാക്കപ്പെട്ടത്. വാഹന പ്രേമികളുടെ താല്പര്യങ്ങളെ പൂർണ്ണമായി നിരാകരിക്കാതെ പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നയ രൂപീകരണമാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഗതാഗത വകുപ്പ് നിലവിൽ ഈ വിഷയത്തിൽ സമഗ്രമായ പരിശോധനകൾ നടത്തി വരികയാണെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര മാനദണ്ഡങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുവാനും കൃത്യമായ മാർഗരേഖ പുറത്തിറക്കുവാനും വകുപ്പ് തലത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വ്യക്തമായൊരു നയം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാഹന നിയമങ്ങളിലെ ഈ മാറ്റങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസ മേഖലയും ഗതാഗത ബോധവൽക്കരണത്തെയും ബന്ധിപ്പിച്ചിട്ടുള്ള വിപ്ലവകരമായ മറ്റൊരു പ്രഖ്യാപനവും മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സംസ്ഥാനത്തെ +2 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ തന്നെ പ്രീ ലൈസൻസ് ലേണിംഗ് നൽകുന്ന കാര്യമാണ് സർക്കാർ ആലോചിക്കുന്നത്. കൗമാര പ്രായക്കാരിൽ വർദ്ധിച്ചു വരുന്ന ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവിംഗും അതുവഴി ഉണ്ടാകുന്ന അപകടങ്ങളും തടയാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വിദ്യാഭ്യാസ മന്ത്രിയുമായി ആലോചിച്ച് സ്കൂൾ പാഠ്യപദ്ധതിയിൽ തന്നെ ഡ്രൈവിംഗ് നിയമങ്ങളും റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളും ഉൾപ്പെടുത്താണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ നിയമപരമായ ഡ്രൈവിംഗ് ലൈസൻസ് നേരിട്ട് ലഭിക്കുന്ന രീതിയിലായിരിക്കും ഈ പരിശീലന ക്രമം രൂപകൽപ്പന ചെയ്യുക. ഇതുവഴി ഭാവി തലമുറയെ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഡ്രൈവർമാരായി വളർത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന ദീർഘവീക്ഷണം ഈ തീരുമാനത്തിനുണ്ട്. ഈ ഡ്രൈവിംഗ് പരിശീലന പദ്ധതിയുടെ നടത്തിപ്പ് പൂർണ്ണമായും പൊതുമേഖലയിൽ മാത്രം ഒതുക്കില്ല എന്ന സൂചനയും മന്ത്രി നൽകിയിട്ടുണ്ട്. KSRTCയുടെ നിയന്ത്രണത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി മാത്രം ഇത് നടപ്പിലാക്കിയാൽ ലക്ഷ്യമിട്ട വലിയ ജനസംഖ്യയിലേക്ക് എത്താൻ സാധിക്കില്ല. കൂടുതൽ ആളുകളെ ഈ പരിശീലനത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ആലോചനയിലുള്ളത്. സാമൂഹിക സാമ്പത്തിക തലത്തിൽ ഈ പ്രഖ്യാപനങ്ങൾ വലിയൊരു ചലനമാണ് പൊതുഗതാഗത രംഗത്ത് സൃഷ്ടിക്കാൻ പോകുന്നത്. KSRTയുടെ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള നയപരമായ തീരുമാനങ്ങളും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന തകർച്ച സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാക്ലേശം വർദ്ധിപ്പിക്കുമെന്ന ഗൗരവമായ തിരിച്ചറിവ് സർക്കാരിനുണ്ട്. ഇതിന്റെ ഭാഗമായി സ്വകാര്യ ബസ് മേഖലയിലും നിക്ഷേപകരെയും തൊഴിലാളികളെയും സഹായിക്കാൻ ബജറ്റിൽ വൻ നികുതി ഇളവുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ബജറ്റുകളിൽ വരുത്താത്ത തരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ നികുതി പകുതിയായി കുറയ്ക്കാൻ സർക്കാർ തയ്യാറായി. ഈ നികുതി ഇളവ് വഴി ഒരു സ്വകാര്യ ബസ്സിന് വർഷം ശരാശരി 50,000 രൂപയോളം സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുമെന്നാണ് മന്ത്രി കണക്കുകൾ നിരത്തി വ്യക്തമാക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത പ്രതിസന്ധി വ്യത്യസ്ത രീതിയിലാണ് അനുഭവപ്പെടുന്നതെന്ന് സർക്കാർ വിലയിരുത്തുന്നു. ഉദാഹരണത്തിന് നെയ്യാറ്റിൻകരയിലും മലപ്പുറത്തും നിലനിൽക്കുന്ന യാത്രാ പ്രശ്നങ്ങൾ ഒരേ സ്വഭാവമുള്ളവയല്ല. ഈ പ്രാദേശിക ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സർവീസുകൾ ക്രമീകരിക്കുവാനും യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കുവാനും ഗതാഗത വകുപ്പ് പ്രത്യേക നടപടികൾ ആലോചിക്കുന്നുണ്ട്. പൊതുഗതാഗത മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും സുരക്ഷയും ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. 2 സർവീസുകളും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ സ്ത്രീകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് KSRTC ബസ്സുകളോടാണെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു ദിവസം 1500 മുതൽ 2000 വരെ യാത്രക്കാരാണ് പല റൂട്ടുകളിലും KSRTC ആശ്രയിക്കുന്നതെന്നും ഇത് ഗൗരവത്തോടെ കാണുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഇത്തരം നയപരമായ മാറ്റങ്ങൾ വരുമ്പോൾ അത് കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ജനക്ഷേമം മുൻനിർത്തിയാകണം. നിയമങ്ങൾ കർശനമാക്കുമ്പോൾ അത് ജനങ്ങളെ പീഡിപ്പിക്കാനല്ല, മറിച്ച് റോഡുകളിലെ അച്ചടക്കം ഉറപ്പാക്കുവാനും വിലപ്പെട്ട മനുഷ്യജീവനുകൾ സംരക്ഷിക്കുവാനാണെന്ന
ബോധ്യം പൊതുസമൂഹത്തിന് ഉണ്ടാകണം. അശാസ്ത്രീയമായ വാഹന പരിഷ്കരണങ്ങൾക്കെതിരെയുള്ള നടപടികൾ സുതാര്യമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വകാര്യ പൊതുഗതാഗത മേഖലകളെ ഒരുപോലെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഇത്തരം സമ്മിശ്ര സാമ്പത്തിക നയങ്ങൾ കൃത്യമായ ജനകീയ നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്ന ഇത്തരം ഗൗരവമേറിയ നയരൂപീകരണ ചർച്ചകളും ഭരണപരമായ തീരുമാനങ്ങളും ജനങ്ങളിലേക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ എത്തിക്കുക എന്നത് ജനാധിപത്യ പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിന് അത്യന്താപേക്ഷിതമാണ്. സംസ്ഥാനത്തിന്റെ ഗതാഗത നയത്തിലും നിയമങ്ങളിലും വരുന്ന ഈ വലിയ മാറ്റങ്ങൾ ഒരു സാധാരണ പൗരനും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമായ ഒരു യാത്രാ സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ ഈ നയപരമായ തീരുമാനങ്ങൾ എത്രത്തോളം പ്രയോഗിക്കുമെന്ന് നിങ്ങൾ കരുതുന്നത്? ഡ്രൈവിംഗ് നിയമങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചും വാഹന മോഡിഫിക്കേഷൻ നിയന്ത്രണങ്ങളെ കുറിച്ചുമുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.